ഫെബ്രുവരി 15 വിശുദ്ധ ഫൗസ്തീനോസ് രക്തസാക്ഷി. റോമിൽ ഹാഡ്രിയൻ ചക്രവർത്തി മതപീഡനം നടത്തുന്ന കാലത്ത് ഇറ്റലിയിലെ ലൊംബാർഡിയിൽ ബ്രേഷ്യായിലെ മെത്രാൻ ഒളിവിലായിരുന്നു. അക്കാലത്ത് ബ്രേഷ്യായിലെ കുലീനരായ 2 സഹോദരങ്ങൾ ഫൗസ്തീനൂസ് എന്ന പുരോഹിതനും സഹോദരൻ ഡീക്കൻ ജോവിറ്റായും ക്രിസ്തുവിൻ്റെ സുവിശേഷം സധൈര്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവരുടെ സുവിശേഷ പ്രഘോഷണം ട്രാജൻ ചക്രവർത്തിയുടെ കാലം മുതൽ തുടങ്ങിയിരുന്നു. ട്രാജന്റെ പിൻഗാമിയാണ് ഹാഡ്രിയൻ. അവരുടെ തീക്ഷ്ണതയും പ്രവർത്തനങ്ങളുടെ വിജയവും അവിടുത്തെ വിജാതീയരെ രോഷാകുലരാക്കി. ജൂലിയൻ എന്ന വിജാതീയൻ അവരെ പേടിച്ച് തടങ്കലിട്ടു. അക്കാലത്ത് പലവിധ മർദ്ദനങ്ങളും ഭീഷണികളും ഉപയോഗിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ നശിപ്പിച്ച് ചക്രവർത്തിയെ പ്രീതിപ്പെടുത്താൻ ജൂലിയൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അയാൾ ഫൗസ്തീനൂസിനെയും ജോവിറ്റയെയും പലവിധ പീഡനങ്ങൾക്കും വിധേയരാക്കി. വിശ്വാസം ത്യജിക്കാൻ പല വാഗ്ദാനങ്ങളും കൊടുത്തു. പല സമ്മാനങ്ങളും നൽകാമെന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവർ റോമൻ ദേവന്മാരെ ആരാധിക്കാൻ തയ്യാറായില്ല. അവർ കുലീനരും പൊതുജനങ്ങളുടെ ഇടയിൽ വിലയും നിലയും ഉള്ളവരുമായിരുന്നതുകൊണ്ട് ഗവർണർ അവരുടെ കാര്യം ഹാഡ്രിയൻ ചക്രവർത്തിയുടെ തീരുമാനത്തിന് വിട്ടു. ആയിടെ ഹാഡ്രിയൻ ബ്രേഷ്യായിൽ കൂടെ കടന്നുപോയി. ഹാഡ്രിയൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികളെ നിയമാനുസൃതം വിചാരണ ചെയ്തതിന് ശേഷമേ ശിക്ഷിക്കാവൂ എന്ന നിയമം നിലനിന്നിരുന്നു. ഹാഡ്രിയന്റെ പ്രീണനങ്ങളും വാഗ്ദാനങ്ങളും ഭീഷണികളും അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഫൗസ്തീനൂസിന്റെയും ജോവിറ്റായിയുടെയും ശിരസ്സുകൾ ഛേദിക്കാൻ ഹാഡ്രിയൻ ഉത്തരവിട്ടു. AD 121 അവരുടെ രക്തസാക്ഷിത്വം. ആദ്യകാലം മുതൽ അവരുടെ സ്വന്തം നഗരമായ ബ്രേഷ്യായുടെ മധ്യസ്ഥരാണ് ഈ 2 രക്തസാക്ഷികളും. രക്തസാക്ഷികളുടെ എല്ലാ ചരിത്ര രേഖകളിലും ഇവരുടെ പേരുകൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രേഷ്യായിൽ ഇവരുടെ നാമത്തിൽ ഒരു പഴയ സ്മാരക ദേവാലയം ഉണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ചൈതന്യമാണ് രക്തസാക്ഷിത്വത്തിൻ്റെ ചൈതന്യം. അത് പ്രായശ്ചിത്തത്തിൻ്റെയും ആശാനിഗ്രഹത്തിൻ്റെയും ചൈതന്യമാണ്. വിചിന്തനം: വലിയ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്ന വെറും നിസ്സാരമായ ഒരു പ്രവൃത്തി പോലും അത്രയ്ക്ക് ദൈവസ്നേഹമില്ലാതെ ചെയ്യുന്ന വലിയ പുണ്യപ്രവൃത്തിയേക്കാൾ മഹത്വമുള്ളതാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്.